Next topic is the demultiplexer. ഇപ്പോൾ ഓൾറെഡി മൾട്ടിപ്ലെക്സർ എന്ന് നമ്മൾ കണ്ടു. മൾട്ടിപ്ലെക്സർ ഈസ് എ കോമ്പിനേഷൻ സർക്യൂട്ട് ദാറ്റ് ടേക്സ് മെനി ഇൻപുട്ട് അല്ലേ, മെനി ഇൻപുട്ട് ആൻഡ് വൺ ഔട്ട്പുട്ട് ആണ്. പക്ഷേ ഡീമൾട്ടിപ്ലെക്സർ എന്ന് പറയുമ്പോൾ നേരെ തിരിച്ചാണ്. ഇറ്റ്സ് എ ഡിജിറ്റൽ സർക്യൂട്ട് ദാറ്റ് ടേക്സ് വൺ ഇൻപുട്ട്, വൺ ടു മെനി ആണ് ഡീമക്സ് എന്ന് പറയുന്നത്. So one to many. So it takes one input and distributes. Demultiplexer means distribute. ഒരു ഇൻപുട്ട് അത് എന്ത് ചെയ്യുക, that one input it distributes to one of many outputs based on the value of its selection line. അതുകൊണ്ട് തന്നെ ഇതിനെ ഡേറ്റ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയും. സോ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ സിംഗിൾ ഡേറ്റ ആയിരിക്കും. സെലക്ഷൻ ലൈൻ ഡിസൈഡ് വിച്ച് ഔട്ട്പുട്ട് ലൈൻ വിൽ ക്യാരി ദ ഇൻപുട്ട്. Then output will be multiple lines ആയിരിക്കും, but at a time only one will be active. Okay, function is route the input to exactly one output line. So അതിൽ two types ഉണ്ട്, 1 to 4 DMUX and 1 to 8 DMUX. So 1 to 4 DMUX means input, it is one input line, one input line, then 4 output line. 1:4 means 1 input and 4 output. So 2 selection line ആയിരിക്കും. സോ ഇവിടെ ഡി എന്ന് പറഞ്ഞ ഒരു ഇൻപുട്ട്, 4 ഔട്ട്പുട്ട്സ് ഉണ്ട്, y0, y1, y2, y3 and 2 സെലക്ഷൻ ലൈൻ S1, S0. സോ ഇവിടെ ഇനേബിൾ ആവുന്ന കേസ്, ഇനേബിൾ 0 ആവുന്ന കേസിൽ ഇൻപുട്ട് എല്ലാം ഡോണ്ട് കെയർ ആയിരിക്കും, ഔട്ട്പുട്ട് വിൽ ബി 0. ഇനി ഇനേബിൾ 1 ആവുന്ന കേസിൽ 0 ഇൻപുട്ട് 0 വരുമ്പോഴത്തേക്കും ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ 0 വരുമ്പോഴത്തേക്കും ഇവിടെ സെലക്ട് ലൈൻസ് 0 സെലക്ട് ലൈൻ 0 വരുമ്പോഴത്തേക്കും നമുക്ക് y0 ആണ് വരേണ്ടത്. ബട്ട് ഡിൻ്റെ വാല്യൂ 0 ആയ സ്ഥിതിക്ക് ഔട്ട്പുട്ട് എന്തായിരിക്കും, 0 തന്നെ ആയിരിക്കും. എന്നുവെച്ചാൽ 0 വരുമ്പോഴത്തേക്കും y0 സെലക്ട് ആവും, ബട്ട് ഇൻപുട്ടിൽ എന്താണ് അതാണ് ഔട്ട്പുട്ടിൽ വരുന്നത്. ഇൻപുട്ടിൽ ഇപ്പോൾ 0 ആയതുകൊണ്ട് y0യിൽ എന്ത് വരും, 0 വരും. ഇനി അടുത്ത കേസ് നോക്കിക്കേ, 0 തന്നെയാണ്, പക്ഷേ ഇൻപുട്ടിൽ 1 ആണ്. ഇൻപുട്ടിൽ 1 ആയതുകൊണ്ട് ഇപ്പോൾ 0 മാറി ഇൻപുട്ടിൽ എന്താണ്, ഇൻപുട്ടിൽ 1 ആണെങ്കിൽ y0യിൽ എന്തായിരിക്കും, 1 ആയിരിക്കും. അതാണ് ഇവിടെ കൊടുത്തത്, y0 എന്തായിരിക്കും, 1 ആയിരിക്കും. സോ അതേപോലെ തന്നെ അടുത്ത നോക്കിക്കേ, 0 1 സെലക്ട് ലൈൻ 0 1 ആണെങ്കിൽ y1 ആയിരിക്കും ആക്റ്റീവ് ആവുന്നത്, പക്ഷേ ഇൻപുട്ടിൽ y1 ആക്റ്റീവ് ആവും. y1 ഡിപ്പെൻഡ്സ് ഓൺ ദ y1 അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ വാല്യൂ ഓഫ് ദ ഇൻപുട്ട്. അപ്പോൾ 0 1 ആണെങ്കിൽ y1ലായിരിക്കും വാല്യൂ വരുന്നത്. സോ ഡി ഇന്നിൻ്റെ വാല്യൂ 0 ആണ്. ഡി ഇന്നിൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട് y1ൻ്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. ഇനി 0 1 ആവുന്ന കേസിൽ 1 തന്നെ ആക്റ്റീവ് ആവും. ആൻഡ് ഡി ഇന്നിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും, 1 ആയിരിക്കും. ഓക്കെ, ഔട്ട്പുട്ടും 1 ആയിരിക്കും. സോ അങ്ങനെ സിമിലർലി എല്ലാ ഔട്ട്പുട്ട്സും വരയ്ക്കാം. ദാറ്റ് മീൻസ് 0 ഇപ്പോൾ സെലക്ട് ലൈൻസ് ഇപ്പം ഏതാണ് വരുന്നത്, സെലക്ട് ലൈൻ ഇപ്പം വരുന്നത് ഇവിടെ നോക്കിയേ, സെലക്ട് ലൈൻ ഇപ്പോൾ വരുന്നത് 10 ആണെങ്കിൽ ഔട്ട്പുട്ട് y2ലായിരിക്കും പോകുന്നത്. എന്നുവെച്ചാൽ ഇൻപുട്ടിൽ എന്താണ് അതായിരിക്കും y2ൽ പോകുന്നത്. ഇപ്പോൾ 10 വരുവാണെങ്കിൽ ഇൻപുട്ടിൽ 1 ആണ്. സോ കറസ്പോണ്ടിങ് y2ൽ എന്തായിരിക്കും, 1 ആയിരിക്കും. ദിസ് ഇസ് 1 to 4 DMUX. സോ ഈ ട്രൂത്ത് ടേബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന DN എന്ന് പറഞ്ഞ് കണക്റ്റഡ് ടു ദ ഔട്ട്പുട്ട് y0 when S1 is equal to S0 and the data is connected to output y1 when S1 is equal to 0 and S0 is equal to 1. സോ നമുക്ക് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇത് വെച്ചിട്ട് ട്രൂത്ത് ടേബിൾ സിംപ്ലിഫൈഡ് എക്സ്പ്രഷൻ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് y0 is equal to y0 1 ആവുന്ന കേസ് ഏതാണ്,
യെസ്, S1 ബാർ, S0 ബാർ, D in. അതാണിത്. സിമിലർലി Y1 എന്താണ്? Y1 നോക്കിക്കേ, Y1 1 വരുന്നത് ഇവിടെ, Y1 1 വരുന്നത് ഇത് S1 ബാർ, S0 D in. ഓക്കെ. സിമിലർലി Y2 വരുന്നത് ഇത് S1 S0 ബാർ, D in. ഇനി Y3 1 വരുന്നത് ഇത്, Y3 1 വരുന്നത് S1 S0 D in. ഓക്കെ. സോ ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുന്നത് D in ഉണ്ട്, S1 ഉണ്ട്, S0 ഉണ്ട്. Y0 എന്ന് പറയുന്നത് S1 ബാർ, S0 ബാർ, D in. S1 ബാർ ഇവിടെ, S1 ബാർ, then S0 ബാർ, then D in. അതേപോലെ Y1 എന്ന് പറയുമ്പം S1 ബാർ, S0, then D in. ഓക്കെ. അങ്ങനെ Y0, Y1, Y2 ലോജിക് ഡയഗ്രാം വരയ്ക്കുക. ദിസ് ഇസ് 1 to 4 DMAX. ഇതേപോലെ തന്നെയാണ് 1 to 8 DMAX വരുന്നത്. 1 to 8 DMAX എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിജിറ്റൽ സർക്യൂട്ട് ദാറ്റ് ടേക്സ് 1 ഇൻപുട്ട് ആൻഡ് ഡയറക്ട്സ് ഇറ്റ് ടു 1 of the 8 ഔട്ട്പുട്ട്സ്. 1 to 8 മീൻസ് ഒരു ഇൻപുട്ടായിരിക്കും, 8 ഔട്ട്പുട്ടും ആയിരിക്കും. അപ്പോൾ ഇത് ഡയറക്റ്റ് ചെയ്യുന്നത് എന്താണ്? ഒരു ഇൻപുട്ട് അതിലേതെങ്കിലും ഒരു ഔട്ട്പുട്ടിലായിട്ടായിരിക്കും ഡയറക്റ്റ് ചെയ്യുന്നത്, ഡിപ്പെൻഡിങ് ഓൺ ദ വാല്യൂ ഓഫ് ഇറ്റ്സ് 3 സെലക്ട് ലൈൻസ്. അതായത് ഇവിടെ 8 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 2 power 3. സോ ഈ 3 വിൽ ബി ദ നമ്പർ ഓഫ് സെലക്ട് ലൈൻസ്. ഇവിടെ 3 സെലക്ട് ലൈൻസ് വേണം. സോ ഇൻപുട്ട് ഇസ് 1 ഡേറ്റ ഇൻപുട്ട്, സെലക്ട് ലൈൻസ് ഇസ് 3, സോ S2, S1, S0, and then output line is 8 lines, so Y0, Y2, Y7. Function only one output line carries the input at a time chosen by the selection line. അപ്പോൾ അതിൻ്റെ ഇത് നോക്കാം. ട്രൂത്ത് ടേബിളും സെയിം തന്നെയാണ്. അപ്പം D in the value 0. ഇപ്പം എല്ലാം സെലക്ട് ലൈൻസും എല്ലാം എക്സ് വരുവാണ്. സോ ദ ഔട്ട്പുട്ട് വിൽ ബി 0. D in പിന്നെ 1 വരുന്ന കേസിൽ ഇപ്പം സെലക്ട് ലൈൻസ് 0 0 0 0 0 0 എന്ന് പറയുമ്പോഴത്തേക്കും Y0 ആണ് ആക്റ്റീവ് ആവുന്നത്. Y0 ആണ് ആക്റ്റീവ് ആവുന്നത് പ്രൊവൈഡഡ് D in 1. D in 1 ആണ്, സോ Y0 ആക്റ്റീവ് ആവും. ഇനി അടുത്തത് 0 0 0 1 0 0 1 വരുമ്പോഴത്തേക്കും Y1 ആയിരിക്കും ആക്റ്റീവ് ആവുന്നത് പ്രൊവൈഡഡ് D in. Dൻ്റെ അകത്ത് എന്താണ് അതായിരിക്കും Y1 ആക്റ്റീവ് ആവുന്നത്. ഇനി 0 1 0 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 2, റൈറ്റ്? അപ്പം Y2 ആയിരിക്കും ആക്റ്റീവ് ആവുന്നത്. അപ്പോൾ D ഇന്നിൻ്റെ അകത്ത് 1, അപ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? Y2ലും 1 ആയിരിക്കും. ഇനി 0 1 1 എന്ന് പറഞ്ഞാൽ 3 ആണ്, സോ Y3 ആയിരിക്കും ആക്റ്റീവ് ആവുന്നത്. Y3 ആക്റ്റീവ് ആവും. സോ Y3 ആക്റ്റീവ് ആവും എന്ന് വെച്ചാൽ D1ൻ്റെ അകത്തുള്ള വാല്യൂ ആയിരിക്കും Y3യിൽ വരുന്നത്. D ഇന്നിൻ്റെ അകത്ത് 1, സോ Y3 1 ആയിരിക്കും. സിമിലർലി 1 0 0 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 എന്ന് പറഞ്ഞാൽ Y4 ആയിരിക്കും 1 വരുന്നത്. Y4 1 വരിക എന്ന് പറഞ്ഞാൽ Dൻ്റെ അകത്ത് എന്താണ് അതായിരിക്കും Y4ൻ്റെ അകത്ത് വരുന്നത്. Dൻ്റെ അകത്ത് 1 ആയതുകൊണ്ട് Y4ൻ്റെ അകത്ത് 1 ആയിരിക്കും. സിമിലർലി 1 0 1 എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 വരുമ്പോഴത്തേക്കും Y5 1 വരും. Y5 1 വരും. അതുകൊണ്ട് തന്നെ D ഇന്നിൻ്റെ അകത്ത് എന്താ കിടക്കണം അത് തന്നെ ആയിരിക്കും എന്ത് വരുന്നത്? Y5ക്കകത്ത് വരുന്നത്. സിമിലർലി Y6 1 1 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ആണ്. സോ Y6 ആക്റ്റീവ് ആവും. ദാറ്റ് മീൻസ് D ഇന്നിൻ്റെ അകത്ത് എന്താണ് അതായിരിക്കും എന്ത് വരുന്നത്? Y6ൻ്റെ അകത്ത് വരുന്നത്. Dൻ്റെ അകത്ത് 1 ആണ്, സോ Y6ൻ്റെ അവിടെ 1. അതേപോലെ 1 1 1 എന്ന് പറഞ്ഞാൽ 7 ആണ്. സോ ഔട്ട്പുട്ട് Y7ൻ്റെ അകത്താണ് വാല്യൂ വരുന്നത്. ഡിപ്പെൻഡ്സ് ഓൺ ദ വാല്യൂ ഓഫ് D in. Dൻ്റെ അകത്ത് 1 ആയതുകൊണ്ട് Y7ൻ്റെ അകത്ത് 1. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ
y0 to y7 ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കുന്നത്. y0 1 ആവുന്ന കേസ് ഏതാണ്? യെസ്, ഡി ഇൻ S2 അല്ല, S2 ബാർ, S1 ബാർ, S0 ബാർ, അതാണ് y0. സിമിലർലി y1 ആണെങ്കിലോ ഡി ഇൻ S2 ബാർ, S1 ബാർ, S0. സിമിലർലി അപ് ടു y7 വരെ എക്സ്പ്രഷൻ എഴുതാം. എക്സ്പ്രഷൻ എഴുതിയിട്ട് ആ എക്സ്പ്രഷൻ വെച്ചിട്ട് എന്ത് ചെയ്യുക? ലോജിക് ഡയഗ്രാം വരയ്ക്കുക. ലോജിക് ഡയഗ്രാം വരയ്ക്കാൻ അറിയാമല്ലോ. അപ്പോൾ y0 ആണെങ്കിൽ S2 ബാർ, S1 ബാർ, S0 ബാർ, ഡി ഇൻ. അപ്പോൾ നമുക്ക് ഡി ഇൻ ഉണ്ട്, S2, S1, S0. S2 ബാർ നമ്മൾ S2 നിന്നും നോട്ട് ചെയ്തിട്ട് S2 ബാർ. പിന്നെ S1 ബാർ, S1 നിന്നും നോട്ട് ചെയ്തിട്ട് S1 ബാർ. പിന്നെ S0 ബാർ, S0 നിന്ന് നോട്ട് ചെയ്തിട്ട് S0 ബാർ. ദെൻ ഡി ഇൻ. ഇതാണ് y0. സിമിലർലി നമ്മൾ എന്ത് ചെയ്യുക? y0 to y7 വരെ വരയ്ക്കുക. ദിസ് ഈസ് ഓൾ അബൌട്ട് ഡീമൾട്ടിപ്ലെക്സർ. Thank you.